കേരളത്തിന്റെ ഗ്രാമചൈതന്യങ്ങളുടെ കേദാര ഭൂമികളിലൊന്നാണ് കുനിശ്ശേരി ഗ്രാമം. മലനിരകൾക്ക് താഴെയുള്ള കൃഷിഭൂമികളിലേക്ക് വീശുന്നത് പാലക്കാടിന്റെ സ്വന്തം കാറ്റ് തന്നെ. അഗ്രഹാരങ്ങളിലെ രഥോത്സവങ്ങളിൽ ദേവചൈതന്യം തേരിലേറുമ്പോൾ ഗ്രാമങ്ങളിലെ കൊയ്ത്തു കഴിഞ്ഞ വയലുകളിൽ കുമ്മാട്ടിക്കളികളും ആനയും അമ്പാരിയുമായി ഉത്സവങ്ങളുടെ ഘോഷയാത്ര തുടങ്ങുകയായി. ഈ ഗ്രാമ നൈർമല്യങ്ങളുടെ ആത്മീയ ചരിത്ര സൗഭാഗ്യങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ഓരോ ക്ഷേത്രങ്ങളും. ഇവിടെ കുനിശ്ശേരി ഗ്രാമവും ഇവിടുത്തെ മനുഷ്യരും ശ്രീ പൂക്കുളങ്ങര ദേവിക്ക് മുന്നിൽ അവരുടെ സ്വപ്നവും ജീവിതവും സമർപ്പിച്ച് ഉള്ളിൽ കെടാവിളക്കായി സൂക്ഷിക്കുന്നതും മഹത്തായ ഒരു ആത്മീയ പൈതൃകം തന്നെയാണ്. പൈതൃകം തന്നെയാണ് ഈ ഗ്രാമത്തിന്റെ ആത്മാവിലും പരമാത്മാവിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യവും. അഭയസ്വരൂപിണിയായ ദേവി തന്റെ ഭക്തരുടെ സംരക്ഷണത്തിനും സാമൂതിരി രാജാവിന്റെ അഹങ്കാരത്തിന്റെ പടയോട്ടത്തിനെ തകർക്കുന്നതിനുമായി ദേവീശക്തി തന്റെ സ്ത്രീജനങ്ങളിലേക്ക് പ്രസാദിപ്പിച്ചു. ചെയ്തതുപോലെ വലതുകൈയിൽ ചൂലും ഇടതുകൈയിൽ മുറവുമായി ഇവിടുത്തെ സർവ്വ സ്ത്രീജനങ്ങളും തങ്ങളുടെ മണ്ണിനായുള്ള അവസാന പോരാട്ടത്തിനായി സാമൂതിരിയുടെ സൈന്യത്തിനു നേരെ തിരമാലകൾ പോലെ അലറിപ്പാഞ്ഞു. ആർത്തിരമ്പി വരുന്ന പെൺപടയിലെ ഓരോ സ്ത്രീകളെയും ഉഗ്രരൂപിണിയായ ദേവിയെപ്പോലെയാണ് സാമൂതിരിയുടെ സൈന്യം കണ്ടത്. ശക്തരായ സൈന്യം യുദ്ധം മറന്ന് ആയുധങ്ങൾ ഉപേക്ഷിച്ച് തിരിഞ്ഞോടുകയായിരുന്നു. അല്ലെങ്കിൽ തന്നെ ദേവിയുടെ മായാപ്രതിഭാസത്തെ അതിജീവിക്കാൻ ആർക്കാണ് കഴിയുക? യുദ്ധത്തിന്റെ പരാജയ കാരണം അന്വേഷിച്ച് ജ്യോതിഷ പണ്ഡിതന്മാരുടെ മുന്നിലെത്തിയ സാമൂതിരി രാജാവിന് പരമാർത്ഥം മനസ്സിലാവുകയും ശ്രീ പൂക്കുളങ്ങര ദേവിയുടെ ശക്തിപ്രഭാവം നേരിട്ടറിയുകയും ചെയ്തു. ചെയ്തുപോയ തെറ്റിന് പ്രായശ്ചിത്തമായി സമസ്ത അപരാധങ്ങളും ദേവിക്ക് മുന്നിൽ ഏറ്റുപറഞ്ഞ് തന്റെ രാജചിഹ്നങ്ങളും സർവാധികാരങ്ങളും സാമൂതിരി രാജാവ് ശ്രീ പൂക്കുളങ്ങര ദേവിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുവെന്നാണ് ചരിത്രം പറയുന്നത്. പുരുഷന്മാരെല്ലാം വീരമൃത്യു വരിച്ചതിനാൽ ദേവിയുടെ ആജ്ഞപ്രകാരം അനാഥരായ സ്ത്രീകളുടെ സംരക്ഷണത്തിനായി പോലകനാട്ടിൽ നിന്നും 500ഓളം നായർ പടയാളികളെ രാജാവ് ഇവിടേക്ക് കൊണ്ടുവന്ന് കുടിയിരുത്തിയ പടയാളികൾ തങ്ങൾ എല്ലാ വർഷവും പതിവായി പങ്കെടുക്കാറുള്ള മാമാങ്കോത്സവം കാണാനുള്ള അനുവാദത്തിനായി രാജസന്നിധിയിൽ അപേക്ഷിച്ചു. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിൽ ചരിത്രമെഴുതിയ മാമാങ്കോത്സവത്തിനു തുല്യമായി ശ്രീ പൂക്കുളങ്ങര ഭഗവതിയുടെ തിരുനാളായ മീനമാസത്തിലെ പുണർദം നാളിൽ
കുമ്മാട്ടി മാമാങ്കോത്സവം നടത്തുവാൻ രാജാവ് കൽപ്പിക്കുകയും ചെയ്തു. അന്നു മുതൽ എല്ലാ വർഷവും കുനിശ്ശേരിയുടെ ചരിത്ര പെരുമയായി ശ്രീ പൂക്കുളങ്ങര ദേവിക്ക് പ്രസിദ്ധമായ കുമ്മാട്ടി മഹോത്സവം നടത്തിവരുന്നു. 3 ദേശക്കാരുടെ ആത്മാവും മനവും ഒത്തുചേർന്നുള്ള മഹത്തായ ഉത്സവമാണ് കുമ്മാട്ടി മഹോത്സവം. നെല്ലിയാമ്പതിയുടെ ഉൾവനങ്ങളിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവരുന്ന പാട്ടുമുളകളുമായി ദേവീസ്തുതിയോടെ ഭക്തജനങ്ങൾ വിശാലമായ ക്ഷേത്രക്കുളത്തിൽ മുങ്ങി നിവരുമ്പോൾ ഗ്രാമം ഭക്തി നിർഭരമാകുന്നു. തുടർന്ന് വലിയ മുളകളും കയ്യിലേന്തി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിനു ചുറ്റും വലം വയ്ക്കുന്നു. കണ്ണൂർ പൂജയിൽ ക്ഷേത്രത്തിനു മുന്നിൽ തിങ്ങി നിറഞ്ഞ ഗ്രാമവാസികളോട് ശ്രീ പൂക്കുളങ്ങര ദേവിയുടെ കുമ്മാട്ടി മഹോത്സവത്തിന് എല്ലാവരും എത്തിച്ചേർന്നുവോ എന്ന് ഉറക്കെ ചോദിക്കുന്നതോടുകൂടി കുമ്മാട്ടി മഹോത്സവം തുടങ്ങുകയായി. തുടർന്ന് മുളകൾ വടക്കേത്തറ, തെക്കേത്തറ, കിഴക്കേത്തറ ദേശങ്ങളിലെ യഥാസ്ഥാനത്ത് സ്ഥാപിക്കുന്നു. വർഷങ്ങളോളം സാമൂതിരി രാജാവും മങ്ങാട്ടച്ഛനും നേരിട്ട് വന്ന കുമ്മാട്ടി മഹോത്സവങ്ങൾക്ക് നേതൃത്വം കൊടുക്കാറുണ്ടായിരുന്നുവെന്ന ചരിത്രം പറയുന്നു. കുമ്മാട്ടി മഹോത്സവത്തിന് മുന്നോടിയായി കുനിശ്ശേരിയുടെ ഗ്രാമവഴികളിൽ കുമ്മാട്ടിക്കളി അറിയിച്ചുകൊണ്ട് വിളികൾ മുഴങ്ങുകയായി. കുമ്മോ കുമ്മ കുമ്മ കുമ്മോ. കൊയ്ത്തു കഴിഞ്ഞ വയലുകളിൽ നെല്ല് വിളയാടുന്നതുപോലെ താളങ്ങളുടെയും മേളങ്ങളുടെയും വിളയാട്ടം തുടങ്ങുകയായി. മൂന്ന് ദേശങ്ങളുടെ ആനന്ദ സംഗമങ്ങളുടെയും നിർമ്മലമായ ആഘോഷങ്ങളുടെയും ദിനങ്ങളാണ് കുമ്മാട്ടി മഹോത്സവം. രാജാവിൽ നിന്നും കാലാന്തരത്തിൽ ക്ഷേത്രത്തിന്റെ സർവാധികാരങ്ങളും ഗ്രാമവാസികളിൽ വന്നു ചേരുകയും അന്നു മുതൽ തങ്ങളുടെ പരദേവതയായ ശ്രീ പൂക്കുളങ്ങര ദേവിയെ 3 ദേശങ്ങളുടെ കെടാവിളക്കായും ദിവ്യ ചൈതന്യമായും കണ്ട് ഗ്രാമവാസികൾ സർവാചാരപ്രകാരമുള്ള പൂജാവിധികളും ഉത്സവങ്ങളും നടത്തിവരുന്നു. ശ്രീ സുബ്രഹ്മണ്യൻ, നാഗങ്ങൾ, ഭൈരവൻ, ബ്രഹ്മരക്ഷസ് എന്നീ ഉപദേവത പ്രതിഷ്ഠകൾക്ക് പുറമെ കിഴക്കോട്ട് തിരുനടയായി പ്രത്യേക ശ്രീകോവിലിൽ ശ്രീ ധർമ്മശാസ്താവിന്റെ പ്രതിഷ്ഠ കൂടിയുള്ളതിനാൽ മണ്ഡലകാലത്ത് അയ്യപ്പ ഭക്തന്മാരും ധാരാളമായി തന്നെ ഇവിടെ എത്താറുണ്ട്. സങ്കല്പിച്ച് വിശ്വസിച്ചു വരുന്ന സ്വയംഭൂ പ്രതിഷ്ഠയുള്ള തെക്കേ മന്നവും ചൈതന്യം പ്രസരിക്കുന്ന തിരുവളയനാട്ടുകാവ് ഭഗവതി ക്ഷേത്രം, ശ്രീ വേട്ടക്കരൻ കാവ്, മുല്ലയ്ക്കൽ ക്ഷേത്രം എന്നീ ഉപക്ഷേത്രങ്ങളിലും
നിത്യേന ദീപം തെളിയിച്ച് പൂജാതി കർമ്മങ്ങൾ നടത്തി വരുന്നുണ്ട്. പൂക്കുളങ്ങര ദേവീക്ഷേത്രം മറ്റു പ്രാചീന ക്ഷേത്രങ്ങളിലേതുപോലുള്ള ശില്പചാതുരികൾക്കപ്പുറം രൂപഭംഗി കൊണ്ട് ചുറ്റമ്പലവും ശ്രീകോവിലുമൊക്കെ സ്നേഹമയിയായ ദേവീസന്നിധിയിലേക്ക് നമ്മെ വരവേൽക്കുന്നു.